കുട്ടികളെ, ഇന്ന് നമുക്ക് ഇക്കായി ദോയിലെ രണ്ടാമത്തെ പാഠമായ സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠം പഠിക്കാം. ഇതൊരു ജീവചരിത്രമാണ്. ഇതെഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദി. ഈ സബ്സെ ബഡാ ഷോമാൻ എന്നത് ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നറിയാമോ? അത് ചാർലി ചാപ്ലിൻ. ആരാണ് ഈ ചാർലി ചാപ്ലിൻ? ലോകത്തെ കണ്ണീർ ചിരിയുടെ മാന്ത്രികതയിൽ അലിയിച്ച നടന വിസ്മയം. ഇദ്ദേഹം പ്രസിദ്ധ സിനിമാ പ്രവർത്തകനായിരുന്നു. ഹാസ്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ലോകപ്രസിദ്ധനായ അഭിനേതാവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഭാഗമാണ് സബ്സെ ബഡാ ഷോമാൻ. മുകളിലായിട്ട് 2 വരി കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? എന്താണത്? മുझे ബാരിഷ് മേ ചലന പസന്ത് ഹേ, മേരെ ആംസു ജോ नहीं देख पाता है कोई. അതായത്, എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്, അങ്ങനെയെങ്കിൽ പിന്നെ എൻ്റെ കണ്ണുനീർ ആർക്കും കാണാനാകില്ലല്ലോ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാര് പറഞ്ഞതാണ്? ഇത് ചാപ്ലിൻ പറഞ്ഞതാണ്. ശരി, ഇനി പാഠത്തിലേക്ക് കടക്കാം. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. गाते गाते പാടി പാടി എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കെ, അചാനക് പെട്ടെന്ന്, മാം കി ആവാസ് അമ്മയുടെ ശബ്ദം, ഫട്കർ ഇടറി, ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയി. ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ ഹോന പിറുപിറുക്കുന്നതായി മാറി. ശബ്ദം, പാടിക്കൊണ്ടിരുന്ന ശബ്ദം ഇടറി, അവസാനം അതൊരു പിറുപിറുക്കുന്നതായിട്ട് തോന്നി. അപ്പം ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. തബ്ദീൽ ഹോന മാറുക. അപ്പം പാടിക്കൊണ്ടിരിക്കെ അമ്മയുടെ ശബ്ദം ഇടറി പിറുപിറുക്കുന്നതായി മാറി. ലോഗോം കോ ലഗാക്കി മൈക്കുമേ കുച്ച് ഖരാബി ആ ഗയി ഹേ. ലോഗോം കോ ലഗാക്കി, ആളുകൾക്ക് തോന്നി, മൈക്കുമേ കുച്ച് ഖരാബി ആ ഗയി ഹേ, മൈക്കിനെന്തോ കുഴപ്പം സംഭവിച്ചതാണെന്ന്. എന്നാൽ ഫുസ്ഫുസാഹട്ട് ജാരി, എന്നാൽ ആ ഇടർച്ച, ആ പിറുപിറുപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. ജാരി, തുടർന്നിരുന്നു. ലോഗ് ചില്ലാനേ ലഗേ, ആളുകൾ ഒച്ചയിടാൻ തുടങ്ങി. കഹിം സേ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ് നികാൽനെ ലഗേ, എവിടെ നിന്നൊക്കെയോ കുറച്ചാളുകൾ മ്യാവു മ്യാവു എന്നുള്ള ശബ്ദം, അതായത് പൂച്ച കരയുന്ന ശബ്ദം, അതുപോലുള്ള അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്രശോറിനെ, ഈ ഭംഗിയില്ലാത്ത ശബ്ദം, മാംകോ അമ്മയെ, സ്റ്റേജ് സേ ഹട്നെ കോ മസ്ബൂർ കർ ദിയ, സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയാക്കി. മസ്ബൂർ കർ ദിയ, നിർബന്ധിതയാക്കി. ചാർലി കോ വഹ് അക്സർ അപ്പനെ സാത്ത് തിയേറ്റർ ലേ ജാത്തി തി. ചാർലിയെ, അവൾ എന്ന് പറഞ്ഞാൽ ചാർലിയുടെ അമ്മ, അക്സർ മിക്കവാറും, അപ്പനെ സാത്ത് തൻ്റെ കൂടെ, തിയേറ്റർ ലേ ജാത്തി തി, തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഈ മോനെയും കൂടെ കൂട്ടുമായിരുന്നു. ഉസ് ദിൻ ഭി, ആ ദിവസവും, ഏത് ദിവസം? അമ്മയുടെ തൊണ്ട ഇടറിയ ദിവസവും. പർദ്ദേക്കെ പീച്ചേ കട, കർട്ടൻ്റെ പിന്നിൽ നിന്ന്, വഹ് അവൻ, ആവാസ് കെ തമാശേക്കോ ദേഖ് രഹാ താ, ശബ്ദത്തിലെ തമാശ നോക്കിക്കാണുകയായിരുന്നു. എന്താണ് ഈ തമാശ? അമ്മ പാടിയപ്പോൾ ശബ്ദമിടറിയത് ഒരു തമാശയായിട്ടാണ് അവൻ കണ്ടത്. മാം ഔർ മാനേജർ മേം ബഹസ് ഹോത്തെ ദേഖ്, അമ്മയും മാനേജറും തമ്മിൽ തർക്കിക്കുന്നത് കണ്ട്, വഹ് വഹാം ഗയ, അവൻ അങ്ങോട്ടേക്ക് ചെന്നു. അതായത്, അമ്മയുടെ ശബ്ദമിടറിയപ്പോൾ ഓഡിയൻസ് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പം ഇനി അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പാടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാനേജർ അമ്മയെടുക്കൽ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അമ്മ തർക്കിക്കുന്നുണ്ട്. അതാണ് ആ പറഞ്ഞതിനർത്ഥം.
മാം ഔർ മാനേജർ മേം ബഹസ് ഹോത്തേ ദേക്ക് തർക്കിക്കുന്നത് കണ്ട്, അമ്മയും മാനേജറുമായി എന്തോ തർക്കിക്കുന്നത് കണ്ട്, വഹാം ഗയ അവൻ അവിടെ പോയി. മാനേജർ ചാർലിയെ മാം കെ കുച്ച് ദോസ്തോങ്കെ സാമനെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ കൂടെ അഭിനയിക്കർത്തേ ദേഖാത അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ചാർലി അഭിനയിക്കുന്നത് മാനേജർ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ അഭിനയിക്കുന്നത്? അതായത് അമ്മയെ പരിപാടിക്ക് വിളിക്കാൻ മാനേജർ വീട്ടിൽ ചെല്ലുമ്പോൾ, ചാർലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ചാർലി കൊച്ചുകുട്ടിയല്ലേ, വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ അഭിനയിച്ചൊക്കെ നടക്കുന്നതും അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടുകാരുടെ മുന്നിൽ പാടുന്നതും അഭിനയിക്കുന്നതുമൊക്കെ ഈ മാനേജർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. വഹ് ഉസെ സ്റ്റേജ് പർ ഭേജനയ്ക്ക് ജിദ് കർണേ ലഗ. അങ്ങനെ മാനേജർ അവനെ എന്ന് പറഞ്ഞാൽ ചാർലിയെ സ്റ്റേജിൽ അയക്കാൻ ശാഠ്യം പിടിക്കാൻ തുടങ്ങി. ജിദ് കർണ ശാഠ്യം പിടിക്കുക. മാം ഡർ ഗയി അമ്മ ഭയന്നുപോയി. 5 साल का बेचा इस ഉഗ്രപീഡുക്കോ ചേൽ പായേഗ. എന്താണ് അമ്മ ഭയന്നു പോയത്? 5 साल का ബെച്ച 5 വയസ്സുള്ള കുട്ടി, ഇസ് ഉഗ്രപീഡുക്കോ ഈ ഭയങ്കരമായ തിരക്കിനെ, ചേൽ പായേഗ സഹിക്കുമോ എന്ന് പറഞ്ഞാൽ ഈ തിരക്കിനെ സഹിക്കാൻ എൻ്റെ കുട്ടിക്ക് കഴിയുമോ, അതായിരുന്നു അമ്മ ഭയപ്പെട്ടത്. ബഹുത്ത് മുബാഹിസാക്കെ ബാദ് വളരെ തർക്കങ്ങൾക്ക് ശേഷം, അതായത് അമ്മയും മാനേജറുമായി തർക്കിച്ചുകൊണ്ടേയിരുന്നു. അന്തതഃ അവസാനം ചാർലിക്കോ സ്റ്റേജ് പർ ലേഗയ. വഹ് അന്തതഃ ചാർലിക്കോ സ്റ്റേജ് പർ ലേഗയ അവൻ അവസാനം ചാർലിയെ സ്റ്റേജിൽ കൊണ്ടുപോയി. അവർ ബച്ചാവുക്കെ കുച്ച് ശബ്ദക്കഹ് രക്ഷപ്പെടാൻ എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞു. ആരിൽ നിന്ന് രക്ഷപ്പെടാൻ? ഓഡിയൻസിൽ നിന്നും രക്ഷപ്പെടാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉസേ അക്കേല ചോട് ആയ അവനെ, അതായത് ചാർലിയെ 5 വയസ്സുള്ള ആ കുട്ടിയെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മാനേജർ ഇങ്ങു പോന്നു. ദുയേങ്കെ ഉട്ടെ ഹുയെ ചല്ലോങ്കെ ബീച്ച് ചാർലിനെ മഷ്ഹൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. ദുയേങ്കെ ഉട്ടെ ഹുയെ ചല്ലോങ്കെ ബീച്ച്, ദുവാം എന്ന് പറഞ്ഞ പുക. പുക പടലങ്ങൾക്കിടയിൽ നിന്ന് ചാർലി പ്രസിദ്ധ പാട്ടായ ജാക്ക് ജോൺസ് പാടാൻ ആരംഭിച്ചു. ഗാന ശുരുക്കിയ പാട്ട് ആരംഭിച്ചു. അതായത് ദുയേങ്കെ ഉട്ടെ ഹുയെ ചല്ലോങ്കെ ബീച്ച് എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ടല്ലേ, ഏതെങ്കിലും സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ. പണ്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള കൃത്രിമ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടാണ് ആകർഷകമാക്കുന്നത്. അതാണ് ദുയേങ്കെ ഉട്ടെ ഹുയെ ചല്ലോങ്കെ ബീച്ച്. പുകച്ചുരുളുകൾക്കിടയിൽ നിന്ന് ചാർലി മഷ്ഹൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ചുരുക്കിയ പ്രസിദ്ധ പാട്ടായ ജാക്ക് ജോൺസ് പാടാൻ തുടങ്ങി. കുച്ച് ദേർത്തക്ക് കുറച്ച് നേരം വരെ ഓർക്കസ്ട്രക്കാർ ഉസ്കി ആവാസ് മേം ഉസ് ഗാനയ്ക്ക് ധുൻ തലാശ്തേ രഹെ കുറച്ച് നേരത്തേക്ക് അവൻ്റെ ശബ്ദത്തിൽ ആ പാട്ടിൽ അവൻ്റെ താളം അന്വേഷിച്ച് നടന്നു. എന്ന് പറഞ്ഞാൽ താളം പിടിക്കണ്ടേ. അവർ വഹ് ജൈസേ ഹി മിലി കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ അവർക്കതിൻ്റെ താളം കിട്ടി. ഗാന സജ്നേലക പാട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഗാന അഭി ആധാ ഹി ഹുവാ ഥാ കി സ്റ്റേജ് പർ പൈസോങ്കി ബൗച്ചാർ ശുരു ഹോ ഗയി. പാട്ട് ഇപ്പോൾ പകുതിയായപ്പോൾ തന്നെ സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. ശുരു ഹോ ഗയി തുടങ്ങി, ആരംഭിച്ചു. ചാർലിനെ ഗാന രോക്ക് ദിയ ചാർലി പാട്ട് നിർത്തി. അവർ ഘോഷണാക്കി, എന്നിട്ട് അനൗൺസ് ചെയ്തു. പഹലേ മേം ഏ പൈസ ബെഡോരൂങ്ക ആദ്യം ഞാൻ ഈ പൈസയൊന്ന് കളക്ട് ചെയ്യട്ടെ. അവർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക അതിന് ശേഷം ഞാൻ പാടാം. ഈസ് ബാത്തിനെ ഹോൾക്കോ ഹൻസി ഘർമേം തബ്ദീൽ കർ ദിയ ഈ വാക്ക് ആ ഹോളിനെ ഒരു ചിരിവീടാക്കി മാറ്റി. ഹസീഖർ ചിരിവീട്, അതായത് എന്താണ് ചിരിവീടാക്കി മാറ്റാൻ കാരണം? 5 വയസ്സുള്ള കുട്ടി പാടാൻ തുടങ്ങിയപ്പോൾ പൈസ വർഷിക്കാമെന്ന് വെച്ചാൽ ജനങ്ങളെല്ലാം പൈസ സ്റ്റേജിലേക്ക് എറിയാൻ തുടങ്ങി.
ഇത് കണ്ടപ്പോൾ അവന് അതിശയമായി. അപ്പോൾ അവനത് സത്യസന്ധമായിട്ട് പറയുകയായിരുന്നു, ഞാൻ ഈ പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ എന്ന്. പക്ഷേ അഭിനയിക്കുകയൊന്നുമല്ല, അവൻ പറഞ്ഞ സത്യസന്ധമായ കാര്യം. പക്ഷേ അവൻ്റെ ആ സംസാരത്തിലും അവൻ്റെ ശരീരഭാഷയിലും ഒരു ഹാസ്യം കലർന്നിട്ടുണ്ടായിരുന്നു. കാരണം അവനിലെ കലാകാരനാണ് അത് കാണിച്ചത്. ജനങ്ങളിത് കണ്ട് സന്തോഷിച്ചു. ആ സന്തോഷത്താലാണ് അവർ പൈസ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. തബ് തക് മാനേജർ ഏക്ക് റൂമാൽ ലേക്കറായ. അപ്പോഴേക്ക് മാനേജർ ഒരു കർച്ചീഫുമായി വന്നു. അവർ പൈസ ബെഡോറിനെ ലഗ. ഈ പൈസയെല്ലാം അങ്ങ് കളക്ട് ചെയ്യാൻ തുടങ്ങി, ശേഖരിക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗാക്കി. അപ്പോൾ ചാർലിക്ക് തോന്നി. മാനേജർ ഖുദ് പൈസ രഖ് ലേന ചാഹത്താ ഹൈ. മാനേജർ പൈസ സ്വയം എടുക്കും, അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചാർലിക്ക് തോന്നിയത്. ഉസ്നെ യഹ് ബാത്ത് ശികായത്തി ലഹജേമേം ദർശകോം സെ കഹതി. അവൻ ഈ കാര്യം ഒരു പരാതിയുടെ സ്വരത്തിൽ, ശികായത്തി ലഹജേമേം പരാതിയുടെ സ്വരത്തിൽ, ദർശകോം സെ കഹതി കാഴ്ചക്കാരോട് പറഞ്ഞു. പരാതിയുടെ സ്വരത്തിലാണ് പറഞ്ഞത്. ഹസി തബ് ഔർ ബഡ് ഗയി. അപ്പോൾ ചിരി ഒന്നുകൂടെ വർദ്ധിച്ചു. ജബ് റൂമാൽ കി പോട്ടലിമേം പൈസെ ബാന്ധ്. ആ കർച്ചീഫിൽ പൈസയെല്ലാം എടുത്ത് കെട്ടിവെച്ചു. ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തെ മാനേജർക്ക് പിച്ചെ. സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയ മാനേജറിൻ്റെ പിന്നാലെ. ചാർലി വ്യാകുലതാസെലുകയ. വ്യാകുലതയോടെ നടന്നു. ജബ് തക് മാനേജറിനെ വഹ് പോട്ടലി മാം കെ ഹവാലെ നിഹിംഗി വഹ് നിഹി ലൗട്ട. എപ്പോഴാണോ അമ്മയുടെ കൈകളിൽ ആ പൈസയുടെ പൊതി കൊടുത്തത്, അപ്പോഴാണ് അവൻ മടങ്ങിയത്. അതുവരെ അവൻ മാനേജറുടെ പിന്നാലെ നടന്നു. അതെല്ലാം ഒരു അഭിനയിക്കുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നി. അവനാ കാണിക്കുന്നതും പറയുന്നതും എല്ലാം ഒരു അഭിനയമാണെന്നാണ് തോന്നിയത്. പക്ഷേ അവൻ അഭിനയമല്ല, അവൻ യഥാർത്ഥ കാര്യമാണ് അവിടെ ചെയ്തത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവനിൽ ഒരു കലാകാരനുണ്ട്. ആ കലയാണ് പുറമേ കണ്ടത്. അത് കണ്ടാണ് ആളുകൾ സന്തോഷിച്ചത്. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാദി ഥി. ചാർലി ജനങ്ങളിൽ ഒരു ആഹ്ലാദം പരത്തിയിരുന്നു, എന്ന് പറഞ്ഞാൽ ആഹ്ലാദം ഉണ്ടാക്കിയിരുന്നു. ഉസ്കെ ബാദ് അതിനുശേഷം ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി. അവൻ കാഴ്ചക്കാരോട് സംസാരിച്ചു. നൃത്തം ചെയ്തു. ഔർ അപ്പനി മാം സഹിത് കൈ ഗായകോം കി നക്കലുതാരി. തൻ്റെ അമ്മ അടക്കമുള്ള അനേകം ഗായകരെ അനുകരിച്ചു. മാസൂമിയത്തുമേ നിഷ്കളങ്കതയോടെ. ഉസ്നെ ദോഡീദർ പകലെ അല്പം മുൻപ്. ഫട്ടി മാം കി ആവാസ് ഇടറിയ അമ്മയുടെ ശബ്ദവും. അവർ ഉസ്കെ ഫുസ്ഫുസാനി കി ഭി. അവരുടെ ആ ശബ്ദത്തിലെ ഇടർച്ചയും നക്കലുദാർദി അനുകരിച്ച് കാണിച്ചു. ലോകോമേം ടഹാക്കോങ്കി ഹിസ്സേദാരി ഹുയി. ആളുകളിൽ പൊട്ടിച്ചിരിയുടെ പങ്കാളിത്തമുണ്ടായി. അതായത് ആളുകൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവർ സ്റ്റേജ് പർ ജംകർ പൈസ ബർസെ. സ്റ്റേജിൽ പൈസ അങ്ങ് വർഷിക്കാൻ തുടങ്ങി. വീണ്ടും പൈസ അങ്ങ് വീഴാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു പൈസയുടെ പുറത്ത് അടുത്ത പൈസ, അങ്ങനെ പൈസയുടെ പെരുമഴയായിരുന്നു. അന്തുമേം അവസാനം മാം ജബുസെ ലേനയായിത്തോ. അമ്മ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ദർശകോംനെ ദേർത്തക്ക് ഖടേ ഹോക്കർ. കാഴ്ചക്കാർ വളരെ നേരം വരെ എഴുന്നേറ്റ് നിന്ന് താലിയാം ബജായി കൈയടിച്ചു. കയ്യെ ലോകോംനെ അനേകം ആളുകൾ മാംസെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് കൈ കൊടുത്തു. ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരീഫ് കി. അവളുടെ ആ കൊച്ചു കുഞ്ഞിനെ പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ. ചാർലി സ്റ്റേജിൽ ആദ്യത്തെ പ്രാവശ്യമാണ് വന്നത്. ഔർ മാം ആഖിരി ബാർ. അമ്മ അവസാനത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസാനത്തെ സ്റ്റേജ് പ്രോഗ്രാമും ചാർലിയുടെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമുമായിരുന്നു അന്നത്തെ പ്രോഗ്രാം. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ കാ ഏക് പഹല ഷോദ.
ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ, അവൻ ജന്മമെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവനിലെ കലാകാരൻ്റെ ജനനം ആ സ്റ്റേജിലായിരുന്നു. ഓക്കേ.